ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും ആദ്യം തന്നെ ഞാനൊരു ഈസ്റ്റർ ആശംസകൾ നേരാണ്. ഹാപ്പി ഈസ്റ്റർ ടു എവ്രി വൺ. ഇന്ന് നമുക്കിവിടെ ഈസ്റ്ററായി. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ആ ദിവസമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു ഈസ്റ്ററാണ്. അതായത് ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഫാമിലിയായിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒന്നാമത്തെ ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേച്ച് 9 മണിക്ക് കുർബാനയ്ക്ക് പോയി. ഇപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ മോർണിംഗ് പരിപാടികൾ നടക്കണം. അതായത് അപ്പം ചുടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമുക്ക് കുറേ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ വരുന്നേക്കാളും മുന്നേ അപ്പം ചുടണം, ചിക്കൻ കറി ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഞാനിപ്പോൾ അപ്പം ചുടലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഈസ്റ്റർ അല്ല, ഇന്നിപ്പോൾ പെസഹ വ്യാഴമാണ്. അപ്പോൾ നമ്മളിന്ന് അപ്പവും പാലും ഒക്കെ, പാല് കുറുക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. സോ നമ്മളതൊക്കെ ചെയ്യാണ്. ഇപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഞാൻ കുറച്ചധികം മറ്റേ കുഞ്ഞുള്ളി നന്നാക്കി കൊടുത്തു. ഏഞ്ചിൽ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെന്തൊക്കെയോ പണിയിലാണ്, നമുക്കത് നോക്കാം. ഇതിങ്ങനെ ചട്ടിയിൽ കുറേ നേരം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം, ചായപ്പൊടി, ഞാനത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇവരാണത് ചെയ്തത്. അത് കുറേ നേരിട്ട് തിളപ്പിച്ചു. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ ആ ചട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചട്ടിയിലുള്ള പൊടിയൊക്കെ മാറി മരിയാക്കി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. അപ്പം അത് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞു. പാലിങ്ങനെ കുറുക്കി എടുക്കാണ് നമ്മള്. എങ്ങനെ വെക്കണം അതുപോലെ ഇരിക്കും. നമ്മള് എങ്ങനെ വെച്ചാലും കുരിശ് വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വെക്കി. എന്താ കാണിക്കണേ? അടച്ചു വേ, സാരല്ലേ അടച്ചു വെക്കേ. അതെന്തായിരുന്നു അത്? നമുക്കപ്പോ കുറച്ച് പാല് കുറുക്കിയത് നമ്മുടെ ഫ്രണ്ട്സിനും ഇവിടെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് പകർത്താണ്. പാലും അപ്പവും എന്തോരം വേണം നോക്കിക്കോ ചേച്ചിലെ. ഇപ്പോൾ ആക്ച്വലി എല്ലാ ഫുഡും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് 10 മണിക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇപ്പോൾ 11 മണിയായി. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കെങ്കിലും നമ്മൾ കിടന്നാലേ നാളെ മോർണിംഗ് 9 മണിക്ക് പള്ളിയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാളെ മോർണിംഗ് പള്ളിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈസ്റ്റർ പരിപാടികളാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഈസ്റ്റർ ഡേ കാണാം. അപ്പം ചുട്ടു. ഇത് മമ്മിയാണ് ചുട്ടോണ്ടിരിക്കണേ. എന്താ അടച്ചു വെക്കണ്ടേ? ഓക്കെ. ഇനി ചുട്ട അപ്പം ഇവിടെ, ഇത് എഞ്ചിലും മമ്മിയും കൂടി അപ്പം ചുട്ടു. ഞാൻ ചിക്കൻ കറി ഒത്തിരി ചെയ്തില്ല. പക്ഷെ ലാസ്റ്റ് കുറച്ച് ഇങ്ങനെ
അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്, അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദുഃഖശനി ആഘോഷിച്ചു, ദുഃഖവെള്ളി ആഘോഷിച്ചു, പെസ ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈസ്റ്ററായി. ഈസ്റ്ററിനാണ് നമ്മളെല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നത്. നമുക്ക് നോമ്പ് പേഴ്സണലി ഉണ്ടായിരുന്നില്ല, പക്ഷെ ദുഃഖവെള്ളിക്ക് നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ലല്ലോ. ദുഃഖവെള്ളി ദുഃഖശനി കഴിച്ചില്ല, അതുകൊണ്ട് ഇപ്പൊ ഈസ്റ്ററിന് നമുക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. അപ്പൊ ചിക്കനും ബീഫും പോർക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് കൊതിച്ചിരിക്കുക. ഈസ്റ്ററിനെ പറ്റി മിന്നുന് എന്താണ് പറയാനുള്ളത്? അപ്പൊ ശുഭപ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഏഞ്ചലിന് എന്തെങ്കിലും എന്ത്? അപ്പൊ ഏഞ്ചലിന് ഈസ്റ്റർ ഫുഡ് നല്ല ഫുഡ്. മമ്മിയോ? ഈസ്റ്റർ എന്ന് പറയുമ്പോ യേശുവിന്റെ മരണം കഴിഞ്ഞ 3-ാം ദിവസം യേശു എഴുന്നേൽക്കുന്നതിന്റെ ഓർമ്മയാണ് നമ്മള് ഈസ്റ്ററിനെ ആഘോഷിക്കുന്നത്. അത് നമ്മുടെ പ്രത്യാശ, അതായത് മരണം കഴിഞ്ഞ് നമുക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു അതാണ് അതിനകത്ത് മമ്മിക്ക് അതാണ് പ്രത്യാശ. എന്നാലും മമ്മിക്ക് പണ്ട് ഈസ്റ്റർ ആഘോഷിക്കുന്നതും ഇപ്പൊ ആഘോഷിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തിലായിരുന്നപ്പോ ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി അധികം എടുക്കണ്ട, എല്ലാം അമ്മച്ചി എടുക്കുവായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ എല്ലാ പണികളും നമ്മുടെ തലയിലാണ്. അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്നാലും കുടുംബത്തോടു കൂടി ഈസ്റ്റർ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. നാട്ടിലെ ഈസ്റ്റർ ഇവിടുത്തെ ഈസ്റ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? നാട്ടിലെ ഈസ്റ്ററാണ് കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ കൂടുതൽ. ഏത് രീതിയിലാണ് പാപ്പ നാട്ടില് ഈസ്റ്റർ എൻജോയ് ചെയ്തത്? ഈസ്റ്റർ നമ്മുടെ ഫ്രണ്ട്സും. ഹി മിസ് ഹിസ് ഫ്രണ്ട്സ്. ഓക്കേ, അത് ഓക്കെ. അപ്പൊ ചെറുപ്പത്തില് പാപ്പ ഈസ്റ്റർ ആഘോഷിച്ചതും ഇപ്പോഴത്തെ നമ്മുടെ ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തത്? ചെറുപ്പത്തിലെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ അതിന് കുറച്ചുകൂടെ സുഖം സന്തോഷമുണ്ട്. അതാണ് പപ്പയ്ക്ക് ഇഷ്ടം. അതാണ് ഏറ്റവും അടിപൊളി. ഇപ്പൊ സമ്പന്നത കുറച്ചുകൂടെ സൗകര്യങ്ങളായി ആയിട്ട് നമ്മളിവിടെ അപ്പം ചുട്ട് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞാനെല്ലാം മെഞ്ഞു. ഇവിടെ കുറച്ച് നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്ത് ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണിയെടുക്കുന്ന വളരെ വിരളം കുറച്ച് പേരുള്ളൂ. അതിനകത്ത് ഒരാളെ ഞാൻ, ഒരാള് ഏഞ്ചൽ, അടുത്ത അജിത് സെബാസ്റ്റ്യൻ, അതൊക്കെ പിന്നെ പണിയൊന്നും എടുക്കണില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ വരുന്നത് കണ്ടപ്പോ വേഗം ഒരു വെളുത്തുള്ളി കയ്യിൽ പിടിച്ചു. അങ്ങനെയെങ്കിലും ഒരു പണി, ഇത് ഞാനായിരുന്നു വെളുത്തുള്ളിയാണ്. അങ്ങനെയെങ്കിലും മൊത്തം എടുത്ത പണിയത് കുഴപ്പമില്ല. ഞാൻ എന്തോരം ചെയ്ത് വെച്ചിരിക്കണത്. പിന്നെ നോക്കുക അരിഞ്ഞിട്ടിരിക്കുക. I say I'm doing alright, I'm doing just fine, but I'm scattered, and I cry when you're not around, because it matters, dreaming of your kisses in the night time, knowing what I'm missing. അപ്പൊ നമ്മളിപ്പോ പകുതി കുറച്ച് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസിന്റെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഒരു കേക്ക് മുറിച്ചു, ബിക്കോസ് ജിബിൻചാന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിച്ചു. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ 2:30 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. സിനിമ തുടങ്ങിയേക്കാളും മുന്നേ എത്തണം. ഇവിടെ വളരെ ലേറ്റ് ആയിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എത്തിയത്. കാരണം ഇനി ഒരു 5 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് OTT റിലീസാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മഞ്ഞുമൽ ബോയ്സ് നമുക്ക് തിയേറ്ററിൽ കാണുന്ന അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈസ്റ്റർ ദിനത്തിൽ അത് വന്നെത്തി. അങ്ങനെ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി ഈസ്റ്റർ പരിപാടികൾ. അപ്പൊ നമുക്ക് ഇനി കാണാൻ പോവാം. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. ലേറ്റ് ആയെങ്കിലും പിന്നെ അത് ഞങ്ങൾക്കൊരു പുതുമയല്ല അല്ല മമ്മി? എന്താണ് പുതുമയല്ലാത്തത് എന്ന് പറഞ്ഞേ പറയാ. Angel, this is not your mirror. അപ്പൊ മഞ്ഞുമൽ ബോയ്സ് കാണാൻ എക്സൈറ്റഡ് ആണോ? ഇനിയും എക്സൈറ്റഡ് ആണോ? ഓക്കെ, അപ്പം നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ.
മൂവി മോം? Oh, it was so nice. I liked it. മമ്മിക്ക് അറിയണ്ടായിരുന്നല്ലോ. ഇല്ല, എന്നാലും ഒരു ഇമോഷണൽ ആയിരുന്നു. അറിഞ്ഞില്ല. നോണ പറയരുത്, മമ്മി കരഞ്ഞില്ലേ പാപ്പ? എന്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ പക്ഷെ ഞാൻ തുടക്കേണ്ടി വന്നില്ല. കണ്ണിന് വെള്ളം വന്നു, പക്ഷെ അവിടെ വരെ വന്നുള്ളൂ, അവിടുത്തെ താഴേക്ക് ചാടിയില്ല. നിനക്ക് തുടക്കാൻ കൈ പൊന്തിയില്ല. ബാക്കിയല്ല ഏഞ്ചലിന്റെ മൂക്കിന്ന് വന്നത്. നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, മിന്നുവിന് എന്തെങ്കിലും മൂവിനെ പറ്റി? നല്ല മൂവി. പപ്പ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സിനിമയാണ്. നമ്മളെപ്പോൾ ഇവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മമ്മി ടോം ചേട്ടനും ദമ്മിടും. Eyes, head, nose, eyes, head, ears, eyes, nose, head, eyes, nose. Nose, come. Hey, I say I'm doing alright, I'm doing just fine, but I'm scattered, scattered, and I cry when you're not around, because it matters, matters, dreaming of your kisses in the nighttime, knowing what I'm missing. നമ്മളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാനുള്ള ഫ്രൂട്ട് സാലഡ് ആണ്. പിന്നെ ചോറ് കൊണ്ടുപോകുന്നു, പിന്നെ ബിരിയാണി, അങ്ങനെ സ്ഥലമെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി താഴെ പോവാം. അങ്ങനെ ഞങ്ങൾ കുറേ ഗെയിം കളിച്ച് കുറേ തല്ല് പിടിച്ച് ഞാൻ എല്ലാ കളിയിലും ജയിച്ചത് കൊണ്ട് ഇവർക്ക് എന്തൊക്കെയോ എന്നോട് പ്രശ്നമായിരുന്നു. നല്ല ശരിയല്ല, എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോ ഇവർക്ക് എന്നോട് ഒരു ഈഗോ. പക്ഷെ ഞാൻ അത് കാര്യമാക്കുന്നില്ല. നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടി കഴിക്കാമെന്ന് ഉദ്ദേശിച്ച ഫുഡാണ്. പക്ഷെ പിന്നെ സിനിമ കാണാൻ പോയി, അത് കഴിഞ്ഞ് വന്നു, പിന്നെയും കട്ട്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ശരിക്കും. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എല്ലാവരും പറഞ്ഞു വിട്ട് നമുക്ക് കിടന്നുറങ്ങാം. പിന്നെ ഈ ഫുഡ് ബിരിയാണിയും കുറേ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചുതരാം. പിന്നെ ബിരിയാണി നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ബിരിയാണി ആയിക്കോട്ടെ, ചോറ്, മീൻകറി, ചിക്കൻ, ബീഫ്, പോർക്ക്, ബീഫില്ലെന്ന് തോന്നുന്നു, പോർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഫംഗ്ഷൻ വന്നെന്ന് വിചാരിച്ചോളൂ, ഇതെല്ലാം പറയില്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ബിരിയാണിയും ഒരു ലെഗ് പീസ് വരെ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നാരങ്ങാച്ചാറില്ലാതെ നമ്മൾ ഗാർലിക് അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് നമുക്ക് സാലഡ് കിട്ടി, എനിക്കൊരു ലെഗ് പീസ് കിട്ടി, അതാണ് എൻ്റെ സന്തോഷം. പിന്നെ നാരങ്ങാച്ചാറില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഗാർലിക് അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു പപ്പടം കൂടെ ഇടുക. അപ്പോൾ അതും കൂടെ ആയി നമുക്കിനി ഫുഡ് കഴിക്കാം. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാവരും പോയി. അപ്പം അത്രയും നമ്മൾ ടയേർഡായി, കാരണം മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയി. പിന്നെ ഫുൾ പണി, ബിരിയാണി വെക്കലും അങ്ങനെയൊക്കെയായി. പിന്നെ ഗെയിംസൊക്കെ കളിച്ച് ആകെ വയ്യണ്ടേ. പക്ഷേ ഈ ഈസ്റ്റർ ദിനം നമ്മൾ അടിച്ചു പൊളിച്ചു. നിങ്ങളുടെ അവിടെയും ഈസ്റ്റർ അടിച്ചു പൊളിച്ചോ ഇല്ലയോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾ അടിച്ചു പൊളിച്ചു തന്നെ വിചാരിക്കുകയാണ്. വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.